അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ക്രൂരമായ മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ഉന്നത സൈനിക നേതൃത്വത്തിന്റെ ശിരസുകൾ ഓരോന്നായി മണ്ണിൽ വീണെന്ന് കരുതി ആരും ആഹ്ലാദിക്കേണ്ടതില്ല. സാമ്രാജ്യത്വ ശക്തികൾ വിക്ഷേപിച്ച അത്യാധുനിക മിസൈലുകൾക്ക് തകർക്കാൻ കഴിയാത്ത പോരാട്ട വീര്യവുമായി ഇറാന്റെ പ്രതിരോധത്തിന് കാവൽ നിൽക്കാൻ പുതിയൊരു കരുത്തൻ എത്തിയിരിക്കുന്നു. സയനിസ്റ്റ് ശക്തികളെയും അമേരിക്കൻ അധികാരികളെയും ഒരേപോലെ വിറപ്പിക്കാൻ തക്ക ആത്മവിശ്വാസവും സൈനിക തന്ത്രങ്ങളുമുള്ള ബ്രിഗേഡിയർ ജനറൽ അഹ്മദ് വാഹിദി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പരമാധികാരം ഏറ്റെടുക്കുന്നത് കേവലം വെറുമൊരു ഭരണമാറ്റം മാത്രമല്ല, മറിച്ച് പ്രതികാരത്തിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തന്നെ തുടക്കമായിരിക്കാം. രാജ്യത്തിന്റെ വീരപുത്രന്മാർ രക്തസാക്ഷികളായ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ കരുത്തൻ ഇറാന്റെ സൈനിക ശക്തിയെ കൂടുതൽ അപകടകാരിയായ ദിശയിലേക്കാണ് നയിക്കാൻ പോകുന്നത്. മരിച്ചു വീണ രക്തസാക്ഷികളുടെ പകപേറി വാഹിദി ഈ നിർണായക സ്ഥാനത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുമ്പോൾ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന വിനാശത്തിന്റെ നൂതന യുദ്ധതന്ത്രങ്ങൾക്കാണ് ഇനി പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കാൻ പോവുക. ലോകശക്തികൾക്ക് നേരെ ഇറാന്റെ അഗ്നിബാണം തൊടുക്കാൻ വാഹിദി സർവ്വസജ്ജനായി വരുന്നു എന്ന വാർത്തയറിഞ്ഞ് ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പെന്റഗൺ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത മിസൈൽ കരുത്തും ആഭ്യന്തര പ്രതിരോധ സംവിധാനങ്ങളും വാഹിദിയുടെ കീഴിൽ കൂടുതൽ കൃത്യതയോടെയും തീവ്രതയോടെയും ശത്രുവിന്റെ ഹൃദയഭാഗം ലക്ഷ്യമാക്കി നീങ്ങും. സയനിസ്റ്റ് കോട്ടകളുടെ പതനവും സാമ്രാജ്യത്വത്തിന്റെ പിൻവാങ്ങലും ലക്ഷ്യമിട്ടുള്ള ഈ പടപ്പുറപ്പാടിൽ ചരിത്രം തന്നെ വഴിമാറാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അഹമ്മദ് വാഹിദിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരുങ്ങുന്നത് വെറുമൊരു പ്രതിരോധത്തിനല്ല, മറിച്ച് ശത്രുവിന്റെ വേരുകൾ പിഴുതെറിയുന്ന പ്രത്യാക്രമണത്തിനാണ്. ഓരോ മിസൈൽ വിക്ഷേപണവും ഓരോ സൈനിക നീക്കവും വാഹിദിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമായി മാറുമ്പോൾ അദൃശ്യമായ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് ഇനി ശാന്തമായി ഉറങ്ങാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ നിരവധി മുതിർന്ന സൈനിക നേതാക്കൾ കൊല്ലപ്പെട്ടതോടെയാണ് IRGCയുടെ നേതൃത്വത്തിലേക്ക് അഹ്മദ് വാഹിദി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇറാന്റെ സൈനിക ഭരണ സംവിധാനത്തിൽ ഏറ്റവും സ്വാധീനമുള്ളതും അതേസമയം ഏറ്റവും അപകടകരവുമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ പദവി. രാജ്യത്തിനെതിരെ അതിശക്തമായ മിന്നലാക്രമണങ്ങൾ നടക്കുകയും സൈനിക നേതൃത്വത്തിൽ തുടർച്ചയായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന അതീവ ഗൗരവമായ സാഹചര്യത്തിലാണ് വാഹിദി ഈ ചുമതല ഏറ്റെടുക്കുന്നത്. 1000-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി ഇറാനിയൻ നഗരങ്ങൾ നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്ത ആക്രമണങ്ങളിലൂടെയാണ് IRGCയുടെ മുൻ മേധാവിയായ മുഹമ്മദ് പക്പൂർ കൊല്ലപ്പെട്ടത്. 2025 നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഹുസൈൻ സലാമിയുടെ പിൻഗാമിയായി വന്ന പക്പൂറും വധിക്കപ്പെട്ടതോടെ ഇറാന്റെ സൈനിക നേതൃത്വം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അതിനു മുമ്പ് 2020 ഖാസിം സുലൈമാനിയും കൊല്ലപ്പെട്ടത് ഇറാന്റെ സൈനിക ചരിത്രത്തിലെ തന്നെ വലിയ വഴിത്തിരിവായിരുന്നു. ഇത്തരം കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലാണ് വാഹിദി തന്റെ പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 1970കളുടെ അവസാനം IRGC രൂപം കൊണ്ട കാലം മുതൽ അതിൽ സജീവമായ വലിയൊരു യുദ്ധ പാരമ്പര്യമുള്ള നേതാവാണ് അഹ്മദ് വാഹിദി. 1980കളിൽ ഇന്റലിജൻസ് മേഖലയിലും സൈനിക രംഗത്തും അദ്ദേഹം നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 1988 മുതൽ 1997 വരെ IRGCയുടെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിനെ നയിച്ച അദ്ദേഹം പിന്നീട് ആ പദവി ഖാസിം സുലൈമാനിക്കാണ് കൈമാറിയത്. സൈനിക രംഗത്തോടൊപ്പം രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് വലിയ പരിചയ സമ്പത്തുണ്ട്. മഹ്മൂദ് അഹമ്മദിനജാദിയുടെ കാലത്ത് പ്രതിരോധ മന്ത്രിയായും അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റൈസയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സൈനികവും രാഷ്ട്രീയവുമായ ഈ ഇരട്ട അനുഭവങ്ങൾ അദ്ദേഹത്തെ ഇറാന്റെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തനാക്കുന്നുണ്ട്. ഇസ്ലാമിക് വിപ്ലവത്തിന്റെ ആശയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത പുലർത്തുന്ന വാഹിദി വിപ്ലവത്തെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച വെളിച്ചത്തിന്റെ പൊട്ടിത്തെറി എന്നാണ്. വാഹിദിയുടെ വരവിനൊപ്പം ചില അന്താരാഷ്ട്ര വിവാദങ്ങളും ചർച്ചയാകുന്നുണ്ട്. 1994 അർജന്റീന ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് നിലവിലുണ്ട്. എന്നാൽ ഇറാൻ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. കൂടാതെ മഹ്സ അമിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അദ്ദേഹത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലമുള്ള നേതാവ് IRGCയുടെ തലവനാകുമ്പോൾ ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലേക്ക് നീങ്ങുമെന്നത് വ്യക്തമാണ്. കേവലം ഒരു സൈനിക സംഘടന എന്നതിലുപരി ഇറാനിലെ രാഷ്ട്രീയ, സുരക്ഷ, സാമ്പത്തിക മേഖലകളിൽ വലിയ സ്വാധീനമുള്ള IRGCയെ ഇനി വാഹിദി ഏത് ദിശയിലേക്ക് നയിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.
ഇറാന്റെ ഭാവിയും നിലനിൽപ്പും ഇപ്പോൾ വാഹിദിയുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വികേന്ദ്രീകൃതമായി കിടക്കുന്ന സൈനിക യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ഒരു വലിയ യുദ്ധത്തിന് സജ്ജമാക്കുക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ശത്രുവിന്റെ ഓരോ നീക്കത്തിനും 10 ഇരട്ടി വേഗത്തിൽ മറുപടി നൽകാൻ വാഹിദി പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഈ നേതൃമാറ്റം ട്രംപിനും ഇസ്രയേലിനും വലിയൊരു തലവേദനയായി മാറുമെന്നതിൽ തർക്കമില്ല. അഹമ്മദ് വാഹിദി എന്ന ഈ പേര് ഇനി പശ്ചിമേഷ്യയുടെ യുദ്ധഭൂമിയിൽ ഒരു ഇടിമുഴക്കം പോലെ കേൾക്കും. ചതിയിലൂടെയും കുതികാൽവെട്ടിലൂടെയും ഇറാന്റെ കരുത്തരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് വാഹിദിയുടെ പടപ്പുറപ്പാട് കൃത്യമായ മറുപടിയായിരിക്കും. ഇത് വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് ആത്മാഭിമാനത്തിന്റെ പേരിൽ ഇറാൻ നടത്തുന്ന വമ്പൻ തിരിച്ചുവരവാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിനുമേൽ ഇറാന്റെ പുതിയ സൈനിക തന്ത്രങ്ങൾ പ്രഹരമേൽപ്പിക്കുമ്പോൾ ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത് മറ്റൊരു വൻ യുദ്ധത്തിന്റെ തുടക്കത്തിനാണോ? കാലം അതിന് ഉത്തരം നൽകും.